السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദവറുകൾ, സ്നേഹം നിറഞ്ഞ മുത്താലിം സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, മുദ്ഹിറുസുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീഇൻ്റെ സംഗമത്തിലാണ് നാം ഏവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സംഗമത്തിൽ സ്നേഹിക്കാം നമുക്ക് മുത്തനബി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം മാത്രം നിങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണമാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും നമ്മെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കാരണം എൻ്റെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെയും ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് കാരണം ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം പോലും നാം സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മഹ്ശറ വൻ സഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിയ മനുഷ്യർ ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വ അമ്പിയാക്കളുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷക്കായി എത്തുന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതമാക്കുന്നു. സഹോദരങ്ങളെ, അറേബ്യയുടെ മണൽ പരപ്പിൽ കത്തുന്ന സൂര്യന് മുന്നിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ അള്ളാഹുവിനെ സർവം സമർപ്പിച്ച തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത്? ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തിനുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരുകളില്ലായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ശൈലി. ബദർ യുദ്ധ സമയത്തോ അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞത്, തിരുദൂതരെ, ആർത്തുലക്കുന്ന കടലിലേക്കാണ് അങ്ങ് ഞങ്ങളോട് ചാടാൻ ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന് മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. കഴിമരത്തിന് മുന്നിൽ തൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷയുണ്ടെന്ന മുശ്രിക്കുകളുടെ ഓഫറിന് മുന്നിൽ തിരുദൂതരുടെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും എനിക്ക് സഹിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവൻ സമർപ്പിച്ച ഖുബൈബ് തങ്ങളും ഉഹദ് യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം പതറിയ സമയത്ത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുറ്റും കവചം തീർത്ത് ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചീറി വരുന്ന അമ്പുകളും മറ്റു പ്രഹരങ്ങളും ഏറ്റുവാങ്ങി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കിയ സ്വഹാബത്തും നമുക്ക് മാതൃകയാണ്. അത്രമേൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു സ്വഹാബത്ത്. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം സ്വഹാബത്ത് അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരാധീനനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്നവരായിരുന്നു സ്വഹാബത്ത്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ള ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ നിന്ന് ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. തിരുനബിയെ, എന്നെ കഴിച്ചാൽ മറ്റെല്ലാത്തിലുമുപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിന്, ഉമറെ, നിന്റെ ഈമാൻ പൂർണ്ണമായി എന്നായിരുന്നു അവിടുന്ന്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതികരിച്ചത്. ഉടനെ തന്നെ എല്ലാറ്റിലും ഉപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് തിരുത്തി പറഞ്ഞ സമയത്താണ് നബി ഉമറെ ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർണ്ണമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.